ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് അരിയോ അരിപ്പൊടിയോ ഒന്നുമില്ലാതെ റവ കൊണ്ടുള്ള നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ അരിയോ അരിപ്പൊടിയോ ഒന്നുമില്ലെങ്കിലും റവ കൊണ്ടുള്ള ഈ കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 ഗ്ലാസ് റവ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വട്ടെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കാൻ തോന്നുന്നത് അത്രയ്ക്ക് ടേസ്റ്റുമാണ് എളുപ്പത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരുപാട് സമയം അരച്ചിട്ട് റെസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വറുത്ത റവ വറുക്കാത്ത റവ ഏതായാലും പ്രശ്നമല്ലേ. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഈസ്റ്റ് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇളം ചുടുവെള്ളമാണ് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. നമ്മൾ അപ്പത്തിൻ്റെ മാവ് നല്ല സോഫ്റ്റായി കിട്ടാനും അരച്ചിട്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ചുട്ടെടുക്കാനും പറ്റിയ ഈ ഒരു ടിപ്സ് എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല ഈസ്റ്റ് ആവണം കേട്ടോ. തലേന്ന് രാത്രിയൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ലേ. ഇനി 10 മിനിറ്റോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു റവയിലേക്ക് 1.5 തവി ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി വന്ന ചോറോ അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ ഏതാളുള്ള അതിൽ നിന്ന് 1.5 തവി ചോറ് ഇട്ടോ. ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഈ ഒരു മാവ് ശരിക്കും കട്ടിയിലില്ല, കുറച്ചൊരു ദിവസത്തിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ ഇതൊക്കെ മനസ്സിലാവും കേട്ടോ. ആ രീതിയിലാണ് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണം. ഈ ഒരു റവ വെള്ളം പെട്ടെന്നൊക്കെ കുതിരുമല്ലോ, അതിന് വേണ്ടിയിട്ട് അതിനനുസരിച്ച് വെള്ളം കേട്ടോ. ഈ ഒരു 2 ഗ്ലാസ് റവയ്ക്ക് ഞാൻ ഒഴിച്ച് കൊടുത്ത വെള്ളം ഏകദേശം 1.5 ഗ്ലാസ് വരെ ഒഴിച്ച് കൊടുത്തതിന് കുറേശ്ശെ ആകുമ്പോൾ വെള്ളം കൂടുന്നതൊക്കെ പെട്ടെന്നൊക്കെ അറിയില്ലോ. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പും 3 ടീസ്പൂണോളം അരിപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി നിങ്ങൾ കയ്യിലില്ലെങ്കിൽ പിന്നെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്താലും മതിയേ. ഇനി നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കണം. ഈ ഒരു സമയത്ത് മാവ് കുറച്ചും കൂടി കട്ടി കൂടട്ടോ. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. കണ്ടില്ലേ, മാവിൻ്റെ ഈ ഒരു കറക്റ്റ് ഇതാണ് കേട്ടോ വേണ്ടത്. ഇനി കൂടിപ്പോയാൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ മിക്സിൻ്റെ ജാറെടുത്തിന് അയക്കിയൊരു മാവ് ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുകയാണ്. രാവിലെയൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു കിടിലം അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കേട്ടോ. ഇനി വേണ്ടത് നന്നായിട്ട് ഇതുപോലെ 1 മിനിറ്റോളം ഇളക്കി കൊടുക്കണേ. അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഏകദേശം 10 മിനിറ്റോളമൊക്കെ ആയിരുന്നു കേട്ടോ. ഈ ഒരു ഈസ്റ്റും ചുടുവെള്ളമൊക്കെ ഒഴിച്ചിട്ടുള്ള ഈ ഒരു ടിപ്സ് കണ്ടില്ലേ, ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ഫുള്ള് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി വേണ്ടത് 1 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി കിട്ടുള്ളേ. 1 മണിക്കൂറോളം ഇതുപോലെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. സമയം ഉണ്ടെങ്കിൽ ഇടില്ലെങ്കിൽ അരമണിക്കൂറോടെ നമുക്ക് ഏകദേശമൊക്കെ മാവ് പൊങ്ങി കിട്ടും. നല്ല ഈസ്റ്റ് ആവണം കേട്ടോ. നല്ല ഈസ്റ്റായാൽ പെട്ടെന്നൊക്കെ പൊന്തുക. അങ്ങനെ മൂടി വെച്ചതിന് ശേഷം 1 മണിക്കൂറിന് ശേഷം നമ്മൾ മാവ് കണ്ടില്ലേ നന്നായിട്ട് പൊങ്ങിയനെ. ഇത് തലേന്ന് രാത്രിയൊക്കെ ഈസ്റ്റ് ഇട്ടിട്ടൊക്കെ നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഇതിലേറെ പൊങ്ങും കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഒരുപാട് ഇങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ ഈ പതപതൊന്നും പോക്കരുത് കേട്ടോ. നമുക്ക് ആ ഒരു സോഫ്റ്റിലും കാണാനൊക്കെ നല്ല മൊഞ്ചാണ്. ഈ ഒരു അപ്പം കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിരുന്നു. അത് ചൂടായതിന് ശേഷം ഓരോ തവി മാവ് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് ഒരുപാടൊക്കെ കട്ടിയില്ലാതൊക്കെ ആവരുത് കേട്ടോ. ജസ്റ്റ് കുറച്ചൊരു കട്ടിയിൽ വേണം മാവ് പരത്തിയെടുക്കാൻ. കണ്ടില്ലേ ഇതേപോലെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഇങ്ങനെ ഓൾസുകൾ ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ ഈ ഒരു ദോശ അപ്പം എന്നൊക്കെ പറയും കേട്ടോ. ഒന്നങ്ങോട്ട് മൂടി വെക്കുക. 1 മിനിറ്റോണ്ട് തന്നെ നമ്മൾ ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ചൂടോട് കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം നമുക്ക് കിട്ടിയേ. അടുത്തത് ഞാൻ ഇതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് തീ കൂടി പോകരുത്. തീ കൂടി പോയാൽ നമുക്ക് പരത്താനൊക്കെ വിചാരിച്ച മാതിരി കയ്യിലട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ ഓൾസ് ഇങ്ങനെ ബബിൾസ് ഉണ്ടല്ലോ, ഓൾസ് ഇങ്ങനെ വരുമ്പോൾ നമ്മളിതാ ഈ ഒരു മൂടി വെച്ചിട്ട് ഒന്നങ്ങോട്ട് അടച്ച് വെക്കുക കേട്ടോ. അപ്പം തന്നെ നമുക്കിതാ
ഈ ഒരു അപ്പം ആയി കിട്ടുക. ഈ ഒരു സമയത്ത് തീ നമ്മൾ നന്നായിട്ട് കുറച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ വേവാത്ത മാതിരി അടിയൊക്കെ അരിഞ്ഞ മാതിരിയൊക്കെ ഇട്ടിട്ടുള്ള കണ്ടില്ലേ, നല്ല സോഫ്റ്റുള്ള അപ്പം റെഡി ആയതിന്. അരച്ച അപ്പം തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 1 മണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു കിടിലം അപ്പം റെഡി ആയതിന്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാരെ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിലുണ്ടായി. കാണാത്തവരൊക്കെ കണ്ടു നോക്കണേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിൽ